ഹായ് ഫ്രണ്ട്സ്, ടെക് ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മലയാളം വളരെ സിമ്പിളായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെ ടൈപ്പ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ കമ്പ്യൂട്ടറിൽ മലയാളം സിമ്പിളായിട്ട് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ് ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളെ ബ്രൗസറിൽ അഡ്രസ് ബാറിൽ കുറ്റിപ്പെൻസിൽ .in എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കുറ്റിപ്പെൻസിൽ .in എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി വരുന്ന സോഫ്റ്റ്വെയറിൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കുറ്റിപ്പെൻസിൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറാണ് ഓപ്പണായി വന്നിരിക്കുന്നത്. ഒരു സൈറ്റാണ് അത്. കുറ്റിപ്പെൻസിൽ എന്ന സൈറ്റ് ഓപ്പണായി വന്നതിന് ശേഷം നമ്മൾ ആ കുറ്റിപ്പെൻസിൽ എന്ന് എഴുതിയിരിക്കുന്ന അതിൻ്റെ തൊട്ട് താഴെയായി ഗൂഗിളിൻ്റെ ഇൻഡിക്ക് കീബോർഡ് കാണാൻ പറ്റും. അതിനകത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മംഗ്ലീഷിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് യഥാർത്ഥ മലയാളത്തിൽ അവിടെ ടൈപ്പ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ എന്നുള്ള ഞാൻ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവിടെ അത് മലയാളത്തിൽ വന്നു. അപ്പോൾ നമുക്ക് ഇതിവിടെ നിന്നുകൊണ്ട് സേവ് ചെയ്യാൻ കഴിയും, കോപ്പി ചെയ്യാൻ കഴിയും. സേവ് ചെയ്യുന്ന ഉടനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോട്ട് പാഡിലേക്ക് സേവായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമുക്കിത് നേരെ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയറിലേക്ക്, വിൻഡോസ്, മൈക്രോസോഫ്റ്റ് വേർഡിലേക്കോ മറ്റോ ഇത് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടൈപ്പ് ചെയ്തിരിക്കുന്നത് മൊത്തം സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി കൊടുക്കുക. കോപ്പി എടുത്തതിന് ശേഷം മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യുക. മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തു പേസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കുറ്റിപ്പെൻസിലിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ വേർഡിനകത്തോട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഫോർമാറ്റിംഗ് വരുത്തണമെങ്കിൽ, അക്ഷരങ്ങൾക്ക് കളർ കൊടുക്കുകയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് സാധിക്കുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.